ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് വീഡിയോയിൽ കൊണ്ടുവന്നിരിക്കുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ വണ്ടിയാണ്. അതായത് 2011 ഡിസംബർ മോഡൽ വാഗണർ ഉണ്ടോ. ഒരു പുത്തൻ വണ്ടി ഷോറൂമിൽ നിന്ന് എങ്ങനെ വാങ്ങിക്കുമോ അതേ ക്വാളിറ്റിയിലും അതേ ഫ്രഷ്നസിലും കൊണ്ടുപോകാൻ പറ്റിയ വാഹനമാണ്. 22,000 കിലോമീറ്ററാണ് ആകെ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പിൽ, അതും ഷോറൂം സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഫ്രഷ്നസ് കണ്ടാൽ തന്നെ അറിയാം, വണ്ടിയുടെ ആ ഒരു ക്ലാരിറ്റി നമുക്ക് വീഡിയോയിൽ തന്നെ അറിയാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ മൊത്തത്തിലുള്ള വ്യൂ നോക്കുമ്പോഴായാലും സിൽവർ ആൻഡ് ബ്ലാക്ക് കോമ്പോയിലുള്ള ഒരു ചെറിയ അപാകത പോലും പറയാനുണ്ട്. ബ്ലാക്ക് ഒന്നും ഒട്ടും തന്നെ മുടിച്ചിട്ടില്ല. പോർച്ചിൽ നിന്ന് വല്ലപ്പോഴും മാത്രം പുറത്തിറങ്ങിയിട്ടുള്ള വണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ആ കിലോമീറ്റർ ലോ തന്നെയാണ് കേട്ടോ. അത്യാവശ്യം ഏജ്ഡ് ആയിട്ടുള്ള ആൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഒരു വീൽ കപ്പ് പോലും ആഡ് ചെയ്തിട്ടുള്ള സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ പ്യുവർ സ്റ്റോക്ക് കേട്ടോ. ടയറൊക്കെ ഓവറോൾ ഒരു 80% 70% ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. വണ്ടിയുടെ ഇന്റീരിയർ നോക്കുമ്പോഴായാലും കാണാവുന്നതാണ്. ആ കമ്പനി സീറ്റ് കവറിൽ ഒരു രീതിയിലുള്ള തേയ്മാനം പോലും വന്നിട്ടില്ല. അതായത് ആ ലോ കിലോമീറ്ററിന് എല്ലാ ക്വാളിറ്റിയും അതിൽ കാണാൻ കേട്ടോ. സ്റ്റീരിയോ പോലും അടിയിട്ടില്ല. ഷോറൂമിൽ നിന്ന് എങ്ങനെ ഇറങ്ങി വരുന്നോ അതേ രീതിയിൽ തന്നെ കൊണ്ടുവരുന്ന നല്ലൊരു വാഹനം കേട്ടോ. 2 ഡോർ പവർ വിൻഡോ, പവർ സ്റ്റിയറിംഗ്, AC ഉൾപ്പെടെയുള്ള ഫീച്ചേഴ്സ് വേറെ വന്നിട്ടുണ്ട്. വണ്ടിയുടെ ഇന്ത്യയിലേക്ക് ബാക്ക് സൈഡിലേക്ക് പോകാം കേട്ടോ. ബാക്ക് സൈഡ് നോക്കുമ്പോൾ ഇവിടെയും കാണാവുന്നതാണ്. ഫ്രഷ് ആൻഡ് ക്വാളിറ്റി ആൻഡ് നീറ്റ് ആൻഡ് പെർഫെക്റ്റ് തന്നെ പറയാം കേട്ടോ. എത്ര പൊക്കി പറഞ്ഞാലും തീരാത്ത അത്ര ക്വാളിറ്റി വാഹനത്തിന് നമുക്ക് വന്നാലും കാണാനായിട്ടുണ്ട്. ഇന്റീരിയറൊക്കെ ടോപ്പൊക്കെ നോക്കുമ്പോഴേലും ഒട്ടും തന്നെ മുഷിച്ചിട്ടില്ല. ഡോറൊക്കെ അടയ്ക്കുമ്പോഴേലും ആ ഒരു ഫ്രഷ്നസ് അറിയാനുണ്ട് കേട്ടോ. റൂഫ് റെയിലും കാര്യങ്ങളൊക്കെ ഓൾറെഡി വാഗണറിൽ ഇൻബിൽറ്റ് വരുന്നുണ്ട്. ബാക്ക് സൈഡ് നോക്കുമ്പോഴേലും ഇവിടെയും കാണാതെ എന്നുള്ള ബഡ്ജിങ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. വേറെ റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നും നമുക്ക് സംഭവിച്ചിട്ടില്ല കേട്ടോ. പിന്നെ എന്തെങ്കിലും ഡിഫക്റ്റ് ഓർത്ത് പറയുകയാണെങ്കിൽ ഒരു കുഞ്ഞു സ്ക്രാച്ച് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അത് മേജർ അല്ല, മൈന്യൂട്ടുള്ള സ്ക്രാച്ച് ആണ്. അതൊന്നും ചെയ്തിട്ടില്ല, അങ്ങനെ തന്നെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഈ വാഹനത്തിന്റെ എഞ്ചിൻ റൂം തുറന്ന് കാണിച്ചു തരാം. എഞ്ചിൻ റൂം തുറന്ന് നോക്കുമ്പോഴേ നമുക്ക് ഇവിടെ നിന്ന് കാണാവുന്നതാണ്. വേറെ ഒരു രീതിയിലുള്ള ഓയിൽ ലീക്കോ പ്രശ്നങ്ങളോ ഇല്ല. ഫ്രഷ് ആൻഡ് ക്വാളിറ്റിയിലുള്ള പേസ്റ്റിങ്ങളൊക്കെ ആയാലും പക്ക പേസ്റ്റിംഗ് ആണ്. ഒന്നും പൊട്ടിച്ചിട്ടോ പണിതിട്ടോ ഇല്ല. ബോണറ്റിന്റെ പേസ്റ്റിംഗ് ആയാലും കറക്റ്റ് ലൈനിങ് ആണ്. ഒരു ചെറിയ റീപ്ലേസ്മെന്റ് ഒരു സംഭവിക്കാത്ത വാഹനമാണ് കേട്ടോ. അപ്പോൾ ചെറിയൊരു ഫാമിലിക്ക് നല്ലൊരു ഐഡിയൽ കാർ ആയിരിക്കും. അത് പുത്തൻ വണ്ടി എടുക്കുന്ന ക്വാളിറ്റിയിൽ കൊണ്ടുപോകാൻ ചെയ്യാം. നല്ല ഫുൾ ഗ്യാരണ്ടിയിൽ ഏത് ലോങ്ങും പോകാം കേട്ടോ. അപ്പോൾ ഈ വാഹനത്തിൽ ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ 2,65,000 രൂപ മാത്രമാണ്. അപ്പോൾ എത്രയും വേഗം തന്നെ കോൺടാക്ട് ചെയ്തോ. 2011 12 മാസം വാഹനം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.